IBS എന്താണ് ഈ IBS എന്ന് പറയുന്നത്? അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അതായത് ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് സംഭവിക്കുന്ന ഒരു കണ്ടീഷനെയാണ് IBS എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഒരുപാട് കുട്ടികൾക്കൊക്കെ തന്നെ, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ IBS എന്ന് പറയുന്നത്. ഈ IBS രണ്ട് തരത്തിലാണുള്ളത്, അതായത് ക്രോണിക് ഡയറിയും ക്രോണിക് ആയിട്ടുള്ള ഒരു മലബന്ധവും, അതായത് ക്രോണിക് കോൺസ്റ്റിപ്പേഷനും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഡയറ്റിലൊക്കെ പ്രോബയോട്ടിക് ആണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ IBS ഉള്ളവർ പ്രോബയോട്ടിക് കഴിക്കണം എന്നല്ല, നമുക്ക് IBSൽ നമുക്ക് ക്രോണിക് ഡയറി ആണോ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ആണോ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് സ്വയം ചികിത്സയ്ക്ക് നമ്മൾ തയ്യാറാകാതെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടറെ അടുത്ത് പോവുക. അവരുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻ എടുത്തുകൊണ്ടും ഡയറ്റിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടും നമുക്ക് IBSനെ നമുക്ക് മാറ്റാൻ പറ്റും. അതായത് ക്രോണിക് ഡയറിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ 2 or 3 പ്രാവശ്യം വയറ്റിൽ നിന്ന് പോകാൻ തോന്നും. ചിലവർക്ക് നമുക്കത് ഭയങ്കര ടൈറ്റായിട്ടായിരിക്കും ഉണ്ടാവുക, വയറ്റിൽ നിന്ന് പോകാൻ പറ്റാത്ത അവസ്ഥ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ IBS എന്ന് പറയുന്നത്. നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് കൃത്യമായ മെഡിക്കേഷനും ഡയറ്റും എടുത്തിട്ട് തന്നെ IBS മാറ്റേണ്ടതുണ്ട് കേട്ടോ. താങ്ക് യു.